നേതാക്കളാകാൻ ആദ്യം വേണ്ടത് സഭ എന്താണ്, യുവജനങ്ങൾ ആരാണ്, യുവജനങ്ങൾക്ക് സഭയിലുള്ള പങ്കെന്താണ് എന്ന് പഠിച്ചറിയുക എന്നുള്ളതാണ്. ഈ ചൂട് നഷ്ടപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. ഈ ആവേശം ഇനി അഗ്നിയായി പടരേണ്ടത് നിങ്ങളുടെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയുമാണ്. നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറണം. അത് ക്രിസ്തുവിനുള്ള വലിയ സാക്ഷ്യമായിട്ട് മാറണം. അൽമായർക്ക് പൊതുവേയും യുവജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുമുള്ള ഒരു പങ്ക് സഭയിൽ വഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യുവജനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഓർക്കുകയാണ്. KCYM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ള മേഖല അത് പൊതുസമൂഹത്തിലുള്ള നിങ്ങളുടെ സാന്നിധ്യമാണ്. സഭയുടെ പൊതുസമൂഹത്തിലുള്ള ഇടപെടലുകൾ KCYM-ലൂടെയാണ് സംഭവിക്കേണ്ടത്. അതിന് നിങ്ങൾ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. ചരിത്രം സൃഷ്ടിക്കുന്ന, ഈ സഭയുടെ ചരിത്രം തന്നെ സൃഷ്ടിക്കുന്ന, ലോകത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്ന KCYM-ന്റെ ധീര പോരാളികളായിട്ട് മാറാൻ സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 50 വർഷം കഴിയുമ്പോഴും ഈ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുന്ന, നേതൃത്വം നൽകുന്ന, എല്ലാ സമൂഹത്തിൻ്റെ സർവ്വവിധ മേഖലകളിലും KCYM-ന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ ഇടവരട്ടെ. വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുവാൻ സാധിച്ചതിൽ. KCYM ആരംഭിക്കുന്നതിന് മുമ്പ് തൃശ്ശൂരിലെ യുവജന പ്രസ്ഥാനങ്ങളെ യുവജനങ്ങളെ ഏകോപിപ്പിച്ച് കൂട്ടുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള, അന്നത്തെ ഇവിടുത്തെ തലച്ചെറിയച്ഛൻ്റെ ഒപ്പം നടന്നിരുന്ന ഒരാളുടെ മകനാണ് ഞാൻ. എന്നെ ഔസേപ്പ് എന്ന പേരിൽ അറിയപ്പെട്ട അന്നത്തെ ആളുടെ മകനാണ്. ഇതിൻ്റെ ആരംഭം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. തൃശ്ശൂരിൻ്റെ ഒരുപക്ഷെ നമ്മളുടെ യുവജനങ്ങൾ, അന്നത്തെ യുവജനങ്ങൾ തലനരച്ചവർ, ചിലരും തല കുടിപോയവരൊക്കെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ആ യുവജനങ്ങൾ, ആദ്യകാലത്ത് യുവജനങ്ങൾ ഒരു വേദി തേടി നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. നമ്മളുടെ വിശ്വാസ പരിശീലനം കഴിഞ്ഞാൽ യുവജനങ്ങൾക്ക് നമ്മുടെ സഭയിൽ ഒരു സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങളെ സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഞാൻ കണ്ട ഒരു കൊച്ചു പരിശ്രമത്തിൻ്റെ ഭാഗം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അന്നത്തെ ഒരു ചെറുപ്പം പയ്യൻ എന്ന നിലയിൽ യുവജനങ്ങൾ ആവേശത്തോടുകൂടി എൻ്റെ വീട്ടിൽ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേതാക്കളാകാൻ ആദ്യം വേണ്ടത് സഭ എന്താണ്, യുവജനങ്ങൾ ആരാണ്, യുവജനങ്ങൾക്ക് സഭയിലുള്ള പങ്കെന്താണ് എന്ന് പഠിച്ചറിയുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വത്തിക്കാൻ സുനോദോസിൻ്റെ ആ ചൈതന്യത്തിൽ അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ യുവജനങ്ങൾക്കും ഒരു സ്പേസ് ഉണ്ട്. അൽമായർക്ക് പൊതുവേയും യുവജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുമുള്ള ഒരു പങ്ക് സഭയിൽ വഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യുവജനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഓർക്കുകയാണ്. അന്നത്തെ നൈറ്റ് ക്ലാസ്സുകളാണ് ഒരുപക്ഷെ യുവജന നേതൃത്വത്തിന് ഏറ്റവും വലിയ ഊർജം പകർന്നിരുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. രാത്രിയിൽ ഇവരൊക്കെ പലരും അത് കഴിഞ്ഞ് രാത്രി മടങ്ങും. പെൺപിള്ളേരൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ അമ്മയുടെ പ്രൊട്ടക്ഷനിലാണ് അവിടെ പലപ്പോഴും താമസിച്ചിരുന്നത്. ഞാനിത് പറയുന്നത് ഏതാണ്ട് അതുപോലെ ഈ 45 വയസ്സിൻ്റെ യുവത്വം പേറുന്ന KCYM 3 ദിവസം ഇവിടെ ഒരുമിച്ച് താമസിച്ച് ഒരു മനസ്സോടുകൂടി തങ്ങളുടെ സഭയിലുള്ള ഇടമെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി വളരെ ആവേശത്തോടുകൂടി ഒരുങ്ങുവാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനം. അത് 3 ദിവസം നിങ്ങൾ വളരെ ക്രിയാത്മകമായി ചിലവഴിച്ചു. വലിയ അനുഭവത്തോടുകൂടെ തിരികെ പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതിന് നിങ്ങളെല്ലാവരെയും, ഇത് ഓർഗനൈസ് ചെയ്ത
ഷിജോയുടെയും ഡെലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ബിച്ചുവിൻ്റെയും മറ്റ് സാജൻ ചിയാരത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ ഒരു സംരംഭം ഒരുക്കിയതിന്, അത് വളരെ വിജയകരമായിട്ട് നിങ്ങളതിലെല്ലാവരും പങ്കെടുത്തതിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ അഭിനന്ദിക്കുകയാണ്. ഈ ചൂട് നഷ്ടപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. ഈ ആവേശം, അത് സ്റ്റീഫനച്ചൻ്റെ അഗ്നിപാറുന്ന വാക്കുകളൊന്നും എനിക്കില്ല. പക്ഷേ ഈ ആവേശം ഇനി അഗ്നിയായി പടരേണ്ടത് നിങ്ങളുടെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയുമാണ്. നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറണം. അത് ക്രിസ്തുവിനുള്ള വലിയ സാക്ഷ്യമായിട്ട് മാറണം. സ്നേഹത്തിൻ്റെ പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുന്നവരാണ് യുവജനങ്ങൾ. എന്നാൽ നിലനിൽക്കുന്ന സ്നേഹം അത് ക്രിസ്തു സ്നേഹമാണ് എന്നും, അത് സഭയിലൂടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളത് ജീവിക്കുകയും ചെയ്യുന്നതാണ് എന്ന്, ആളിക്കത്തിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ യൂണിറ്റുകളിലേക്കും എല്ലാം ഇത് ഏറ്റെടുക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. KCYM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ള മേഖല അത് പൊതുസമൂഹത്തിലുള്ള നിങ്ങളുടെ സാന്നിധ്യമാണ്. സഭയുടെ പൊതുസമൂഹത്തിലുള്ള ഇടപെടലുകൾ KCYM-ലൂടെയാണ് സംഭവിക്കേണ്ടത്. അതിന് നിങ്ങൾ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. നമ്മളൊരു പക്ഷേ ഈ ലോകത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു പ്രസ്ഥാനമായിട്ടൊരു പക്ഷെ തോന്നുമായിരിക്കും. നമ്മൾ പക്ഷെ ചെറുതാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള, വളരെയേറെ ആത്മീയ അടിത്തറയുള്ള, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള, സഭയുടെ ശക്തമായിട്ടുള്ള പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടും ഭയപ്പെടാതെ ഈ ലോകത്തിൻ്റെ വെല്ലുവിളികളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ നമുക്ക് സാധിക്കും. ഈ ലോകത്തിൻ്റെ സങ്കീർണതകൾ നമ്മളെ ഭയപ്പെടുത്തുകയല്ല, തിരിച്ചങ്ങോട്ട് കടന്നു ചെല്ലാനും അവയെ മനസ്സിലാക്കാനും. ഇവിടെ പുസ്തകങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. പുസ്തകങ്ങളും ജീവിതങ്ങളും രാഷ്ട്രീയവും സാമൂഹിക പ്രശ്നങ്ങളുമെല്ലാം അവയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനും അവയെ ശ്രവിക്കാനും അവിടെയുള്ള വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞിട്ട് തിരികെ നിങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് പുറകോട്ട് നോക്കാനും പ്രസ്ഥാനത്തിലേക്ക് തിരികെ ചെല്ലാനും അവിടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, സഭയുടെ ആ ഉറവിടങ്ങളിൽ നിന്ന് ആവോളം സ്വീകരിച്ച് ഈ വെല്ലുവിളികളെ നേരിടുവാനുമുള്ള ആ ഒരു ശൈലി നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. പുറത്തേക്കുള്ള പോക്ക് അത് പ്രേഷിതത്വമാണ്. ഓരോ KCYM സുഹൃത്തും ഈ ഒരു പ്രേഷിത ദൗത്യമേറുന്നവരാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കടന്നു ചെല്ലുന്ന ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ക്രിസ്തുവിൻ്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമുക്ക് തിരികെ ഇടയ്ക്കൊക്കെ വരാം, നമ്മുടെ ഉറവിടങ്ങളിലേക്ക് പോകാം. ദൈവവചനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നയിക്കുന്നവരുടെ, ഇതിന് മുൻകാലങ്ങളിൽ ഇതിനൊക്കെ രൂപഭാവങ്ങൾ നൽകിയവരുടെയൊക്കെ ചൈതന്യങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ നിർണയിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ. ഇവിടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയല്ല, ചരിത്രം സൃഷ്ടിക്കുന്നവരാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് എഡിസൺ പറയുന്നത് കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. ചരിത്രം സൃഷ്ടിക്കുന്ന, ഈ സഭയുടെ ചരിത്രം തന്നെ സൃഷ്ടിക്കുന്ന, ലോകത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്ന KCYM-ന്റെ ധീര പോരാളികളായിട്ട് മാറാൻ സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനു മാത്രം ഊർജം ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് ആയിട്ടൊരുക്കുന്നു. അവസാനമായിട്ട് എനിക്ക് ബിച്ചു പറഞ്ഞു, 50 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ആദ്യ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കാളികളായെന്ന അഭിമാനത്തോടുകൂടെ പറയുമെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് നിങ്ങൾ അത് പറയുന്ന നിങ്ങൾ ഈ സമൂഹത്തിൽ
എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടായിരിക്കും അത് പറയുന്നത്. അന്ന് 50 വർഷം കഴിയുമ്പോൾ ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ തിരികെ വരുമ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ മാത്രമായിട്ട് വന്നാൽ പോരാ, ഇന്ന് 50 വർഷം കഴിയുമ്പോഴും ഈ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുന്ന, നേതൃത്വം നൽകുന്ന, എല്ലാ സമൂഹത്തിൻ്റെ സർവ്വവിധ മേഖലകളിലും KCYM-ന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ ഇടവരട്ടെ.